നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മലക്കപ്പാറ തേയില എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളായ രാജകുമാരി, രാധ, സൂപ്പർവൈസർ കുമാർ എന്നിവർക്ക് പരിക്കേറ്റു. പാലപ്പള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി കാരാട്ടത്തോടി റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള മൂരിക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിൽ വന്യജീവി ശല്യം പതിവായി അനുഭവപ്പെടുന്ന താളുപ്പാടം, മുപ്ലി പ്രദേശങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി. വന്യജീവി ശല്യത്തിനെതിരെ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. തൃശൂരിലെ ATM കവർച്ചാ കേസിലെ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ വൈകിട്ട് പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. നാളികേര വില കുതിച്ചുയരുന്നു. നാളികേര ലഭ്യത കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. നാളികേരത്തിന്റെ വില ഉയർന്നതോടെ വെളിച്ചെണ്ണയുടെ വിലയും വർദ്ധിച്ചു. മറ്റത്തൂരിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി. ഒരാഴ്ചയ്ക്കിടെ കടമ്പോട്, മാങ്കുറ്റിപ്പാടം, കോടാലി എന്നിവിടങ്ങളിലായി 5 പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റു. കുന്നംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇരുമ്പ് സാധന സാമഗ്രികൾ മോഷ്ടിച്ച പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മുള്ളൂർക്കര പടിഞ്ഞാറേതിൽ സന്തോഷാണ് അറസ്റ്റിലായത്. ചാവക്കാട് സ്വദേശിയുടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ധനകാര്യ സ്ഥാപന മേധാവിയായ മാപ്രാണം സ്വദേശി അറസ്റ്റിൽ. മാപ്രാണം ബ്ലോക്ക് റോഡിൽ സുവർണനാണ് ചാവക്കാട് സ്വദേശി സന്ദീപിന്റെ 25.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായത്. പെരുവല്ലൂരിൽ കർഷകനെ പാടത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. താമരപ്പള്ളി സ്വദേശി 67 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. മോട്ടോർ പുരയിൽ ഫ്യൂസ് കെട്ടുന്നതിനിടെ ഷോക്കേറ്റെന്നാണ് നിഗമനം. എരുമപ്പെട്ടി നെല്ലുവായിൽ ഓടിക്കൊണ്ടിരുന്ന കാർ നടുറോഡിൽ തലകീഴായി മറിഞ്ഞു. ആർക്കും പരിക്കില്ല. തളി സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് മറിഞ്ഞത്. കാഞ്ഞാണി പെരുമ്പുഴ 1-ാം പാലത്തിന് താഴെ ചാലിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. എറവ് ആറാംകല്ല് സ്വദേശി മാടമ്പക്കാട്ടിൽ 74 വയസ്സുള്ള ധർമ്മരാജനാണ് മരിച്ചത്. വാഴപ്പിലാത്ത ക്ഷേത്രത്തിന് സമീപം ഓണാഘോഷത്തിന്റെ വടംവലിക്കിടെയുണ്ടായ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി അറസ്റ്റിലായി. കാക്കശ്ശേരി സ്വദേശി നരിയംപുള്ളി വീട്ടിൽ യദുലാലാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂരും ജനറൽ സെക്രട്ടറി അജു M ജോണിയും നടത്തിവന്നിരുന്ന അനിശ്ചിതകാല നിരാഹാരം അവസാനിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ സമരം ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ സേവന ദിനം ആചരിച്ചു. ശുചീകരണ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി ഉദ്ഘാടനം ചെയ്തു. CPI വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TA വേലായുധൻ അനുസ്മരണം നടത്തി. വെങ്കിടങ്ങ് സെന്ററിൽ നടന്ന അനുസ്മരണം CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ ബാബുരാജ് മാസ്റ്ററുടെ ഓർമ്മ ദിനത്തിനോടനുബന്ധിച്ച് കൊടകരയിൽ സംഗീത സന്ധ്യ അരങ്ങേറി. കൊടകര ആർട്ട് മ്യൂസിയം ഓഫ് ലവും വെള്ളിക്കുളങ്ങര ശ്യാമ മ്യൂസിക് അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച സംഗീത സന്ധ്യ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ 100-ാം വാർഷികാചരണം നാടിപ്പാറ പിറവി വായനശാലയിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, സംസ്ഥാന കോർഡിനേറ്റർ രാജലക്ഷ്മി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദഊട്ടിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ സ്ഥിരം സമിതി രൂപീകരിക്കും. ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി റവന്യൂ വകുപ്പ് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഇക്കാര്യം അറിയിച്ചത്. മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ തൃശൂരിലെ വിരമിച്ച നഴ്സിംഗ് ഓഫീസേഴ്സ് ക്രോപ്സിന്റെ 99-ാം വാർഷികം തൃശൂരിൽ നടന്നു. ബ്രിഗേഡിയർ ബേബി, ലഫ്റ്റനന്റ് കേണൽമാരായ വിജയലക്ഷ്മി, ഇന്ദിര എന്നിവർ നേതൃത്വം നൽകി. വട്ടായി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തി. മനസ്സ് സമിതി പ്രസിഡന്റ് സജി കൊണ്ടയാരത്ത്, സെക്രട്ടറി അജിത് എന്നിവർ നേതൃത്വം നൽകി.
134 ബ്രാഞ്ച് കമ്മിറ്റികളിലെ സമ്മേളനം പൂർത്തിയായ സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ ഏരിയയിലെ ലോക്കൽ സമ്മേളനങ്ങൾ 10-ന് ആരംഭിക്കും. പുതിയതായി രൂപീകരിച്ച 2 ബ്രാഞ്ച് കമ്മിറ്റികൾ ഉൾപ്പെടെ ഇക്കുറി മുതൽ 136 ബ്രാഞ്ചുകളാണ് ഉണ്ടാകുക. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി സർവ്വ ഐശ്വര്യ പൂജ നടന്നു. യജ്ഞാചാര്യൻ കൊളത്തൂർ പുരുഷോത്തമൻ നേതൃത്വം നൽകി. തൃശൂർ ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സിന്റെ ആനുവൽ ഫെസ്റ്റ് ഈ മാസം 17 മുതൽ 19 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ചതുരം, ആർട്ട് ഷോ, സംവാദം, വർക്ക്ഷോപ്പുകൾ, വിവിധ മത്സരങ്ങൾ തുടങ്ങിയവ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പേനകം വിശ്വകലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ അംഗനവാടി അധ്യാപകരെ ആദരിച്ചു. ഗുരുവന്ദനം ICDS മുൻ സൂപ്പർവൈസർ ജീജ ഭായ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് NSS കരയോഗത്തിൽ കുടുംബസംഗമം നടന്നു. NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് P. ഹൃഷികേശ് ഉദ്ഘാടനം ചെയ്തു. മാള ഹോളി ഗ്രേസ് അക്കാദമി CBSE സ്കൂൾ വിദ്യാർത്ഥികളുടെ ചിത്രശില്പ പ്രദർശനമായ ആർട്ട്സ്കേപ്പിന് നാളെ തൃശൂരിൽ തുടക്കമാകും. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഈ മാസം 12 വരെ നടക്കുന്ന പ്രദർശനം സീനിയർ ആർട്ടിസ്റ്റ് M. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ SSLC 1982-83 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിനി കണ്ണമ്പുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മേൽശാന്തി പ്രണവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. 365 തവണ ഭാഗവത പാരായണ യജ്ഞം നടത്തിയ ഭാഗവതാചാര്യ രുക്മിണി അന്തർജനത്തെ ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് ഭാഗവത രത്ന പുരസ്കാരം നൽകി ആദരിച്ചു. പ്രശസ്തി പത്രവും ഫലകവും പണക്കിഴിയും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് കൊടുങ്ങല്ലൂരിലെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം, ചേരമാൻ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലാണ് ഗവർണർ സന്ദർശിച്ചത്. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ KSU SFI സംഘർഷം. കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം നടന്നത്. ഇരു കൂട്ടർക്കുമെതിരെയും ഒല്ലൂർ പോലീസ് കേസെടുത്തു. ചാവക്കാട് മാമ ബസാർ സെന്ററിൽ BSNL സ്ഥാപിച്ച പോസ്റ്റ് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നതായി പരാതി. അപകട ഭീഷണിയായ പോസ്റ്റ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് പാലയൂർ മർച്ചന്റ് അസോസിയേഷൻ. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തിയുടെ ഭാഗമായി കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെയും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെയും വിദ്യാർത്ഥികൾ തൃശൂർ സ്വരാജ് റൌണ്ടിൽ സൈക്കിൾ റാലിയും വാക്കത്തോണും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റ് മെറാക്കി 2024 ഈ മാസം 24-25 തീയതികളിലായി നടക്കും. അറുമുഖൻ വെങ്കിടൻ സ്മൃതി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അറുമുഖ സന്ധ്യ ആകർഷകമായി. സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണപ്രസാദ് അറുമുഖ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ സേവനാചരണത്തിന്റെ ഭാഗമായി KSEB തൃശൂർ വെസ്റ്റ് ഡിവിഷൻ മുതുവറ പുഴയ്ക്കൽ ലൈബ്രറി ഹാളിൽ ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനായി മറ്റത്തൂർ കടമ്പൂട് ജംഗ്ഷനിൽ മത്സ്യരൂപത്തിലുള്ള ബിൻ സ്ഥാപിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ BA, BBA മീഡിയ സ്റ്റഡീസ് വിദ്യാർത്ഥികളാണ് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗപ്പെടുത്തി ബിൻ നിർമ്മിച്ചത്. ഗണേശമംഗലം വെസ്റ്റ് സാന്ത്വനം സഹായ സമിതിയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന സൂരത് കുമാറിന്റെ 5ാമത് വാർഷിക സ്മൃതി ദിനാചരണം സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗം വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മേള ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ അരി വിതരണം ചെയ്ത കുറ്റിക്കാട് ഫാമേഴ്സ് ബാങ്ക് ഭരണസമിതിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്ക് LDF പരിയാര മേഖലാ കമ്മിറ്റി അരിസഞ്ചിയുമായി മാർച്ച് നടത്തി. ചാലക്കുടി ഏരിയ കമ്മിറ്റി LDF കൺവീനർ KS അശോകൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ലോക പഞ്ചുഗുസ്തി മത്സരത്തിൽ വെള്ളിയും വെങ്കലവും നേടിയ കാരമുഖ സ്വദേശികളായ റെജി വത്സൻ, ആൽവിൻ പോൾ എന്നിവരെ മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MP T പ്രതാപൻ ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി.
ആറ്റത്ര കർക്കിടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച ശ്രീമദ് ഭഗവത മലയാള കഥാരൂപ സപ്താഹത്തിന് മേൽശാന്തി ശിവശങ്കരൻ കല്ലിടത്ത് എംബ്രാന്തിരി ഭദ്രദീപം തെളിയിച്ചു. യജ്ഞാചാര്യൻ മങ്ങാട് മുരളീധരൻ നമ്പൂശൻ, യജ്ഞ പൌരാണിക രാധാദേവി, ലക്ഷ്മണ ശർമ്മ എന്നിവരാണ് ഭാഗവത സപ്താഹം വായന നയിച്ചത്. മതിലകം CK വളവിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സെറിബ്രൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഗുജറാത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാരുടെ നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിന് പൊൻതിളക്കം. ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്ന് 24 കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് 13 മെഡലുകൾ കരസ്ഥമാക്കി. തൃശൂരിൽ നിന്ന് പങ്കെടുത്ത 5 പേരിൽ 3 പേരും മെഡലുകൾ സ്വന്തമാക്കി. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF കൃഷ്ണാപുരം യൂണിറ്റിന്റെ സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. PM അലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.